പശുവിൻ്റെ പേര് പറഞ്ഞു, ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടു. മുസ്ലിം യുവാക്കളെയും കുട്ടികളെയും വൃദ്ധരെയും വരെ തല്ലിക്കൊല്ലുന്നതും ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുന്നതും ഇന്ത്യയിൽ ഒരു 10-12 വർഷമായി ഒരു സാധാരണ വാർത്തയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്. എന്നാൽ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നോർത്തിൽ നിന്നുള്ള ഒരു സാധാരണ വാർത്തയായി മാറിയതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു സൗത്ത് ഇന്ത്യയിൽ. എന്നാൽ സൗത്ത് ഇന്ത്യയിലും ആദ്യമായി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ മോബ് ലിഞ്ചിങ്ങിന് ഇരയാക്കി ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുകയാണ്. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ഭീകരവാദികളായ ആളുകളുടെ കൂട്ടം. അവർ ഒരു മുസ്ലിം യുവാവിനെ മാനസികാസ്വസ്ഥമുള്ള ആക്രി വർക്ക് വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ വളരെ ക്രൂരമായി തല്ലിക്കൊന്നിരിക്കുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ബാംഗ്ലൂരിലെ അഷ്റഫിൻ്റെ മരണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലുകളൊക്കെയും നെരിഞ്ഞുടങ്ങി കൈകൾക്കും നട്ടെല്ലിനും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാരകമായ പരിക്കുണ്ട്. ഈ രൂപത്തിൽ ഒരാളെ തല്ലിക്കൊന്നിട്ട് ഇവിടുത്തെ പൊതുബോധം മൗനത്തിലാണ്. കാരണം എന്താ? തല്ലിക്കൊന്ന ശേഷം കൊലയാളികൾ പറയുന്നു അയാൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചത് കൊണ്ടാണ് കൊന്നത് എന്ന്, അല്ലെങ്കിൽ അയാൾ ആക്രമിച്ചത് എന്ന്. ഒരാൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ തന്നെ അയാളെ ജനങ്ങൾക്ക് തല്ലിക്കൊല്ലാൻ ഈ നാട്ടിലെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. അതിലുപരി ഏതൊരു മുസ്ലിമിനെയും ഇത്തരം സാമാന്യ ബോധമുള്ള ആളുകൾക്കറിയാം അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല ഈ നാട്ടുകാരെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പക്വതയില്ലാത്ത മാനസികാസ്വാസ്ഥ്യമുള്ള അയാളെ ഈ രൂപത്തിൽ ക്രൂരമായി കൈകാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നെട്ടേണ്ടതില്ലേ? ഈ രൂപത്തിൽ ആരെയും നാളെ ആക്രമിച്ചാൽ അയാൾ കൊല ചെയ്യാം. കൊല ചെയ്ത ശേഷം അയാൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു അല്ലെങ്കിൽ എന്ന് ആരോപിച്ചാൽ മതിയല്ലോ. ഇന്ന് അഷ്റഫാണെങ്കിൽ നാളെ മറ്റൊരു അബ്ദുള്ളയോ മുഹമ്മദോ ഷംസുദ്ദീനോ ഒക്കെ ആയിത്തീരാം. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടിട്ട് ഈ ഒറ്റ പ്രചാരണം കാരണം ഇവിടുത്തെ പൊതുബോധം മൗനമാണ്. ആ അഷ്റഫിൻ്റെ വീടുൾപ്പെടുന്ന ആ വീട്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ മൗനമാണ്. ആ അഷ്റഫിൻ്റെ സംസ്ഥാനം, ആ അഷ്റഫിൻ്റെ വീടുള്ള ആ അഷ്റഫിൻ്റെ വീട്ടുകാരുള്ള സംസ്ഥാനത്തിൻ്റെ ഭരണകൂടവും പ്രതിപക്ഷവും മൗനത്തിലാണ്. ആർക്കും ഈ വിഷയത്തിൽ ഒരു വിചാരമില്ല, അസ്വസ്ഥതകളില്ല. കാരണം കൊല്ലപ്പെട്ടത് മുസ്ലിമാണ്. മുസ്ലിം കൊല്ലപ്പെട്ടാൽ അതും പാകിസ്ഥാൻ വിളിക്കാൻ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്താൽ പിന്നെ അതിൽ തൊടാൻ പേടിയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ വിവിധങ്ങളായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികൾക്കും വിഷയം ഏറ്റെടുക്കാൻ ഭയമാണ്. എന്നല്ല, എന്തൊക്കെ മുസ്ലിങ്ങളെ ചെയ്താലും പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ ഏത് രൂപത്തിൽ അനീതികൾക്ക് വിധേയമാക്കിയാലും ഇവിടെയുള്ള മുസ്ലിം സമുദായം ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം, മൂന്നാമതൊരു ഓപ്ഷൻ അവർക്കില്ല. അവർക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിലെ പ്രിവിലേജ് ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളെ തല്ലിക്കൊല്ലാം, ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് കൊല്ലാം, പാകിസ്ഥാൻ കൊന്ന ശേഷം കള്ളക്കഥകൾ ആരോപിച്ചുകൊണ്ട് പൊതുബോധത്തെ മൗനത്തിലാക്കാം. ആ ഒരു സന്ദേശമാണ് അഷ്റഫിൻ്റെ കൊലപാതകം നമുക്ക് നൽകുന്നത്. ഇന്ന് അഷ്റഫാണെങ്കിൽ നാളെ മറ്റാരെങ്കിലും ആകാം, ഞാനും നിങ്ങളുമാകാം. ആ രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ പോലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ പോലും നമ്മൾ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യേണ്ടതും ഈ അനീതിക്കെതിരെ ശബ്ദിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ജനാധിപത്യ ബോധമുള്ള, നിഷ്പക്ഷതയും നീതിബോധവുമുള്ള മുഴുവൻ പൗരന്മാരുടെയും ആവശ്യമാണ്. ഈ നാട്ടിലെ നിയമങ്ങളും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയും എല്ലാ പൗരന്മാർക്കും ബാധകമാകണം. ഭരണഘടന പറയുന്നുണ്ട് തുല്യനീതി, തുല്യ അവകാശമെല്ലാം. പക്ഷേ പ്രായോഗിക തലത്തിൽ പലപ്പോഴും അത് കാണുന്നില്ല. അത് ഇന്നലെയും ഇന്നുമായി കണ്ട വേടൻ്റെ വിഷയവും ആനക്കൊമ്പ് വിഷയവും പുലിപ്പല്ല് വിഷയമൊക്കെ കണ്ടാൽ നമുക്കറിയാലോ. ഇവിടെ പലർക്കും പലതാണ് നിയമം. പ്രായോഗികതയിൽ, രേഖയിലും ഭരണഘടനയിലും എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15, 14. പക്ഷെ ആ ആർട്ടിക്കിൾ 15, 14 നടപ്പിലാവുന്ന ഒരു ഇന്ത്യ എന്നെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും.